ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ പുഡിങ് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പുഡിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചു. എത്ര ബ്രെഡ് കഷ്ണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ബേക്കിംഗ് പാനിൽ ആവശ്യത്തിനുള്ള നിരത്തി വയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള ബ്രെഡ് നമുക്ക് എടുക്കാം. എനിക്കൊരു 6 സ്ലൈസ് ബ്രെഡാണ് വേണ്ടി വന്നത്. ഞാൻ ഒരു ബേക്കിംഗ് ട്രേയിൽ ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് നിരത്തി വയ്ക്കുകയാണ്. ഒട്ടും സ്പേസ് വിടാതെ നമ്മൾ നിരത്തി വയ്ക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വിതറാം. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്യൂസ് പൊടിച്ചതും പിസ്ത പൊടിച്ചതും ബദാം പൊടിച്ചതുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലും ഇടണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഒരു ലെയറിന് മുകളിൽ അത് ആഡ് ചെയ്തു. ഇനി രണ്ടാമതൊരു ലെയർ കൂടി നമുക്കതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിലും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ വിതറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പാലിൻ്റെ മിക്സ്ചർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 കപ്പ് പാല് പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. മൂന്ന് കപ്പ് പാല് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇതിന് നല്ലോണം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. ഈ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. നമുക്ക് മധുരം പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അങ്ങനെ 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊരു അളവല്ല, നിങ്ങൾക്ക് കുറച്ച് മതി കുറച്ചിടാം. പക്ഷേ ഈ പുഡിങ്ങിന് എപ്പോഴും മധുരം അല്പം മുൻപിൽ നിൽക്കണം. ഇനിയിപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. ഞാനൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുന്നതാണ്. അത് പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം. അത് മുഴുവൻ ആഡ് ചെയ്യണമെന്നില്ല, നമുക്ക് പാലൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പതിയെ ഒരുപാട് തിക്കായി പോകരുത്. ഇനി നമുക്കിതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണേ. പാൽ ഒരുപാട് തിക്കായി പോയാൽ നമ്മൾ ബ്രെഡ് അതിനകത്ത് സോക്ക് ചെയ്യാൻ പറ്റില്ല, ശരിക്കും സോക്ക് ആവില്ല. ഇപ്പം നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാകത്തിന് കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒത്തിരി തിക്കല്ല, എന്നാൽ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ചൂടനെ തന്നെ നമ്മൾ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുത്തു. ബ്രെഡ് നല്ലതുപോലെ അതിനകത്ത് സോക്ക് ആവണം, താഴത്തെ ലെയറും സോക്ക് ആവണം. ഇനി നിങ്ങൾക്ക് ഡൗട്ടാണ് 2 ലെയർ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പാലിൽ സോക്ക് ആവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആദ്യത്തെ ലെയർ നിങ്ങൾ വെച്ചതിന് ശേഷം ഈ പാലിൻ്റെ ഈ മിശ്രിതം നമുക്ക് ആദ്യത്തെ ലെയറിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ അതിൻ്റെ മുകളിൽ വെക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ പാലിൻ്റെ ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നമ്മളതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ക്രീം നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ടിന്ന് ഒരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ സ്പ്രെഡ് ചെയ്യാനുള്ള അളവാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്.
കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ടിന്നിനനുസരിച്ച് അളവുകൾ വ്യത്യാസപ്പെടുത്തിയെടുക്കാം. നല്ലതുപോലെ ഇനി മിക്സ് ചെയ്യണം. നിങ്ങൾ മധുരം ആവശ്യത്തിന് ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നല്ല മധുരം കിട്ടും. ഇനി നമ്മുടെ ഈ മിക്സർ നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം നമ്മളെല്ലായിടത്തും എത്തക്ക രീതിയിൽ സ്പൂണും കൊണ്ട് പതിയെ ഒന്ന് തട്ടി കൊടുക്കുക. ഇനി വീണ്ടും നമുക്ക് അല്പം ഏലക്ക പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നട്ട്സും ബദാമും കാഷ്യൂസും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു 200 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മോളിൽ കണ്ടാൽ അറിയാം നമ്മുടെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല കട്ടിയാവില്ല, അകത്ത് അല്പം ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ചുകൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് പ്ലേറ്റിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.